ആദ്യം നിങ്ങൾ ഇതെന്താണെന്ന് നോക്കി. ഈ കിടക്കുന്നത് കണ്ടോ, ഇത് കുട്ടികളുടെ പാമ്പേഴ്സാണ്. അത്രയും ഒന്നുമല്ല 100 അല്ല 1000 എണ്ണം. ഇതിനു മുമ്പ് ഇതുപോലെ കുറേ എണ്ണം ഉണ്ട്. പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ ഇത് വെട്ടിമൂടിയ അടുത്ത് വീണ്ടും ആൾക്കാർ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുക. അപ്പോൾ ഈ ചിലരുടെ വിചാരമുണ്ട് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പിള്ളേരുടെ തീട്ടം കോരാനാണ് വരുന്നത്. അതല്ല, അവർക്ക് വീട്ടിൽ വരുന്ന നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകളാണ്. അതും കഴുകി നമ്മൾ വൃത്തിയാക്കി, എൻ്റെ വീട്ടിലുണ്ട്, കഴുകി നമ്മൾ വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് ഞാൻ കവറിലിട്ട് അത് അവർ വരുമ്പം അവരെ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. മനസ്സിലായി, അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അല്ലാതെ ഇതുപോലെ കുട്ടികളുടെ പാമ്പേഴ്സ് വാരാനില്ല. നിങ്ങളുടെയൊക്കെ ഈ കൊണ്ടിട്ടവരുടെ അവരുടെ മക്കളുടെ പാമ്പേഴ്സ് വാരാനല്ല അവർ വരുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ആരായി കൊണ്ടിട്ടാലും. പക്ഷെ കൊണ്ടിട്ട ആരായാലും നമ്മൾ കണ്ടുപിടിച്ചാൽ ഇത് വളരെ പ്രശ്നം വരും. വളരെ രീതിക്കത് നമ്മളത് കുറേ ദിവസം കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ പോകും. ഈ റോഡുകൾ മൊത്തം നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബാലരാമപുരം മംഗലത്തോണം ഊറ്റൂഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഊറ്റൂഴി കുളമാണിത്. ഇതൊരു ക്ഷേത്രക്കുളമാണ്. ഈ കുളത്തിലെ വെള്ളം കൊണ്ട് നല്ല ശുദ്ധമായിട്ട് കിടക്കുന്നത്. അതിൻ്റെ ഇറമ്പിലാണ് ഈ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ വളരെ അലക്ഷ്യമായിട്ട് കുട്ടികളുടെ മറ്റേ പാമ്പേഴ്സും എല്ലാം കൊണ്ടിട്ടിരിക്കുന്നു. 1ഉം 2ഉം അല്ല, 100 കണക്കിനുണ്ട്, 1000 കണക്കിനുണ്ട്. ഇത് കാണുന്നവർക്ക് ആർക്കായാലും സങ്കടം തോന്നും. കാരണം ഇതൊന്നും ഈ കൊണ്ടിട്ടവരല്ല ഇതിനകത്തെ വെള്ളമൊക്കെ കുടിക്കുന്നതും ഉപയോഗിക്കുന്നതും കുളിക്കാനെടുക്കുന്നതും. ആറാട്ട് നടക്കുന്ന കുളമാണത്, അറിയാമോ? അതറിഞ്ഞിട്ട് കൂടി ഇവിടെ കൊണ്ടിട്ടെങ്കിൽ ദൈവം സത്യം പറഞ്ഞാൽ അതിനുള്ള എന്തായാലും കൊടുക്കും. ആരാണ് ഈ ചെയ്തെങ്കിലും അതിനുള്ള കൊടുക്കും. പിന്നെ നമ്മൾ നമ്മുടെ രീതിക്ക് നോക്കുന്നുണ്ട് കൈ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അയ്യക്കാളിയുടെ നുമ്പർ വിളിച്ച് നുമ്പറും കൂടി വന്നാണ് നമ്മൾ കുറെ തീയിട്ട് കുറെ ഇട്ടിട്ട് പോയി. ഇവിടുത്തെ 3ന്റെ അന്ന് വന്നപ്പോൾ ഇവിടെ വീണ്ടും നിറഞ്ഞു. പക്ഷെ എന്തായാലും ഇത് വളരെ ഇതിനി പിന്നീട് മുമ്പറോടെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഇനി ചെയ്യൂല. നിങ്ങളുടെ ജോലിയല്ലോ, നിങ്ങൾ തൊഴിലുറപ്പ് ചെയ്യുന്നു, പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് എടുക്കുന്നു. ഈ കൊണ്ടിടുന്നവരെ സ്നാഗി ഭാരമല്ല നിങ്ങളുടെ ജോലി. ഇനി ചെയ്യൂലെന്ന് തന്നെ നമ്മൾ പറഞ്ഞ മുമ്പർ വിളിക്കാൻ വേണ്ട, ചെയ്യൂലെന്ന് പറഞ്ഞു. ഇതിന് കൃത്യമായിട്ടൊരു നടപടി ഇല്ലെങ്കിൽ ഈ ഏരിയ ഒരു മാലിന്യം, മറ്റേ വിളപ്പിശാല പോലെ സത്യം മറ്റൊരു വിളപ്പിശാലയായിട്ട് മാറും ഇത്. ഈ കുളം ഉള്ളതിൻ്റെ പേരിലാണ് ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തത്. കാരണം ഈ കുളത്തിൽ നിന്നല്ല കോരി കുടിക്കുന്നതെങ്കിലും ഇതിനടുത്തുള്ള കിണറുകളിലെല്ലാം ജലം എത്തുന്ന ഈ കുളത്തിൽ നിന്നാണ്. ഡയപ്പറിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. മഴ പെയ്തിട്ട് പെരുകി ഇതൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുമല്ല, വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ആരെക്കൊണ്ടും വാരി മാറ്റാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് മോശമായ രീതിയിലാണ് ഈ സാധനം കിടക്കുന്നത്. ഇതാര് കൊണ്ടിട്ടായാലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടാതിരിക്കില്ല. എന്തായാലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നടപടി നേരിട്ട് കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും. ഇതൊരു പൊതുവഴിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. കുട്ടികൾ പോകുന്നത് മാത്രമല്ല, ആൾക്കാരൊക്കെ വന്നിരിക്കുകയും നല്ലൊരു വൈകിട്ടൊക്കെ വന്നിരിക്കാനും നല്ലൊരു സായാഹ്ന അന്തരീക്ഷമൊക്കെ ഇവിടെ ഉണ്ട്. എപ്പം വന്നിരുന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടിട്ട് വേറെ എവിടുന്നൊക്കെ ആയിരിക്കും. എന്തായാലും അത്യാവശ്യം തീരെ ഒരു താഴ്ന്ന ഫാമിലി നല്ല കൊണ്ട്, കാരണം അവർ ഇത്രയും പാമ്പേഴ്സ് ഒന്നും ഉപയോഗിക്കും. ഒരു അത്യാവശ്യം പൈസയുള്ള ടീമിലാണ് കൊണ്ടിടുന്നത്. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഈ ഡയപ്പർ കൊണ്ടിടുന്ന ആളിനോട് ചോദിക്കുക, ഒരു കുട്ടിക്ക് ഇത്രയും ഡയപ്പറൊന്നും ഉപയോഗിക്കല്ലേ നിങ്ങൾ? അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും, അറിയാമോ? അത് നിങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയ്ക്ക് ഈ കൊച്ചിനെ ഇങ്ങനെ നോക്കാൻ വയ്യോ നിങ്ങൾക്ക്? ഡയപ്പർ വെച്ചും ഇങ്ങനെ ഫുൾ ടൈം 24 മണിക്കൂർ ഇങ്ങനെ ഡയപ്പർ വെച്ച് യൂസ് ചെയ്താൽ കുട്ടിക്ക് എന്തുമാത്രം പ്രോബ്ലം ഉണ്ടാവും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെയൊക്കെ ബാക്ക് സൈഡിലുള്ള കുളമാണ്. വീടിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചെറിയ റോഡുണ്ട്, നേരെ വന്നിറങ്ങുന്ന കുളമാണ്. ഇത് ആറാട്ട് കടവാണ്. മംഗലത്തോണം കാട്ടുനട ദേവി ക്ഷേത്രത്തിലെ ആറാട്ട് കടവാണ്. ഈ ആറാട്ട് കടവിനകത്തോട്ട് വെള്ളം ഇറങ്ങി വരുന്നത് ഈ കുളത്തിൽ നിന്നാണ്. ആ കുളത്തിനാണ് ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതാരായാലും സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വെറുതെ വിട്ടാൽ പോലും ദേവി വെറുതെ വിടുമെന്ന് തോന്നില്ല. ആര് ചെയ്താലും അത് അനുഭവിക്കും. അത് ഞാൻ പറയാം. നിങ്ങൾ നോക്ക്, എന്തെങ്കിലും ഒരു വേസ്റ്റ് ഈ കുളത്തിലുണ്ടോയെന്ന്. താമരയുടെ ഇലകൾ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഈ കുളത്തിലുണ്ടോയെന്ന് നോക്കി. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഇവർ ഈ തറയിലാണോ ഇവർ ചോറിട്ടുണ്ണുന്നത്? തറയിൽ ചോറിട്ടുണ്ണുന്നവരാണോ ഇവർ ഈ കൊണ്ടിട്ടവർ? അതോ ബാത്റൂമിൽ ചോറിട്ടുണ്ണുന്നവരാണോ ഇവർ കൊണ്ടിട്ടവർ? സത്യമായിട്ടും ഇങ്ങനെ കിടക്കുന്ന വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇത്രയും മോശമായ പ്രവൃത്തി ചെയ്യാൻ എങ്ങനെ തോന്നിയെന്നാണ്. ഈ കുളത്തിനോട് ചേർന്നാണ് ഈ ആൽത്തറയും ഈ വിളക്ക് കത്തിക്കുന്ന മണ്ഡപവും ഒക്കെ ഉള്ളത്. അതിനോട് ചേർന്നിട്ട് ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ കൊണ്ടിടാൻ തോന്നിയെന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഉള്ളവരാണോ? ഒരു ക്ഷേത്രത്തിൻ്റെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡെയിലി സ്ഥിരം വിളക്ക് കത്തിക്കുന്നതാണ് ഇവിടെ. അതിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ തന്നെ. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ പോകാൻ നേരത്തെ തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന അത്രയും അറ്റാച്ച്മെൻ്റുള്ള കുളമാണിത്. ആ കുളത്തിൽ ഈ പണി കാണിച്ചത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളമാണ് ഇവിടുത്തെ ഒരു ദൈവീകത എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
അത്രത്തോളം ആൽമരത്തിൻ്റെ ചില്ലകളൊക്കെ ആ കുളത്തിലോട്ട് ചാഞ്ഞിറങ്ങുന്ന കണ്ടോ. അത്രയും ഇറങ്ങി നിൽക്കുന്ന ഈ ദൈവിക ചൈതന്യമുള്ള ഈ കുളത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതറിയാത്തതുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. എന്തായാലും ദേവിയുടെ സംബന്ധിക്കുന്ന ഒരു കുളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടും മിക്കവാറും. ഇനി കൊണ്ടിടുവാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി പോലും തിരിച്ച് കിട്ടത്തില്ല, തിരിച്ച് തരത്തില്ല. അത് ഉറപ്പാണ്, എല്ലാവരും തീരുമാനിച്ച കാര്യമാണ്. കൊണ്ടിടാൻ വരുന്ന വണ്ടി പോലും നമ്മൾ തിരിച്ച് തരത്തില്ല.